ഇന്ന് അണിയറ പ്രവർത്തകർ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുഷ്പ 2-ൽ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പുഷ്പ ദ റൈസ്, പുഷ്പ 2 ദ റൂൾ എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകളെങ്കിൽ, എന്നാൽ പുഷ്പ 3 വരാൻ പോവുകയാണ്. പുഷ്പ 3 ദ റാംപേജ് എന്ന് പേരിട്ടിരിക്കുകയാണ്. പുഷ്പ 3 ടൈറ്റിൽ പുഷ്പ 2-ന്റെ റിലീസിന് മുന്നേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അതിശയകരമായ കാര്യം. വെറും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി പുഷ്പ 3യും കൂടി അനൗൺസ് ചെയ്യുമ്പോഴേക്കും എത്രമാത്രം കോൺഫിഡൻസിലാണ് ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. കാരണം പുഷ്പ റിലീസ് ആവുന്ന ടൈമിൽ പോലും 2 പാർട്ട് ആണെന്ന് പറഞ്ഞിരുന്നു. ബാഹുബലി പോലും 2 പാർട്ടായിട്ട് പറഞ്ഞതിന് ശേഷം പിന്നീട് അവസാനിപ്പിച്ചു. ഇത് കൺക്ലൂഷനാണ്, അത് കഴിഞ്ഞു എന്ന് SS രാജമൗലി പറയുകയും ചെയ്തു. KGF എടുത്ത് നോക്കിക്കേ, KGFൽ ചാപ്റ്റർ 2 ആണ് അവസാനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവസാനം തിയേറ്ററിൽ നിന്നാണ് ടെയിൽ എൻഡിൽ KGF 3 എന്നൊരു സിനിമയും കൂടി വരാൻ പോകുന്നുണ്ട് എന്ന് പ്രേക്ഷകർ അറിയുന്നത്. കാരണം KGF 2-ന് മുൻപ് KGF 3 എന്നൊരു സിനിമ വരുന്നതായിട്ട് ആർക്കും അറിവില്ലായിരുന്നു. കാരണം അത്രയും സീക്രട്ട് ആയിട്ടാണ് അണിയറ പ്രവർത്തകർ, പ്രശാന്ത് നീലും അതിൻ്റെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ തന്നെ അത് കീപ്പ് ചെയ്തിരുന്നത്. ആ സീക്രസി അത് അവരെ ഹോൾഡ് ചെയ്യുകയും ചെയ്തു. ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് KGF ചാപ്റ്റർ 3 എന്നൊരു സിനിമ വരാനുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം, ഒരു ട്രിലോജി ആയിട്ട് സിനിമ വരുന്നു എന്നുള്ളത് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ പുഷ്പയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കാര്യങ്ങൾ. പുഷ്പയിൽ നമ്മൾ എടുത്തു നോക്കേണ്ടത് ആദ്യം ജിസ് ജോയുടെ വാക്കുകളാണ്. ജിസ് ജോയും പറഞ്ഞത് ഈ സിനിമ ഗംഭീരമായിരിക്കുമെന്നാണ്. മലയാളത്തിൽ അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്യുന്നത് ജിസ് ജോയ്, സംവിധായകൻ ജിസ് ജോയ് ആണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു നേട്ടവും കൂടി ജിസ് ജോയ് പറയുമ്പോഴേക്കും ഹൈപ്പ് കൂടുകയാണ്. അതോടൊപ്പം തന്നെ രശ്മിക മന്ദാനയുടെ കമൻറ്റുകളും സിനിമയെ പറ്റി പറയുന്നതും എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. കാരണം രശ്മികയും ഓവർ ദ ടോപ്പാണ്. രശ്മിക പറയുന്നത് ഗംഭീര സിനിമയായിരിക്കും, തനിക്ക് ഒരു വലിയ അവാർഡ് ഈ സിനിമയിലൂടെ നേടുമെന്നാണ് ആഗ്രഹമെന്നും രശ്മിക പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അണിയറ പ്രവർത്തകർ നൽകുന്ന ഹൈപ്പും നിസ്സാരമൊന്നുമല്ല. അതിനിടയിലാണ് പുഷ്പ 3 വരുന്നുണ്ട് എന്നുള്ള അണിയറ പ്രവർത്തകരുടെ പ്രഖ്യാപനവും കൂടി വരുന്നത് ഈ നിമിഷത്തിൽ എന്നുള്ളതാണ്. കാരണം ഇതുവരെയുള്ള ബുക്കിങ്ങിൽ പുഷ്പ 2 മികച്ച നേട്ടമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പുഷ്പ 3 എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും റിലീസ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയൊന്നുമില്ല. പക്ഷേ പുഷ്പ 3 ദ റാംപേജ് എന്നാണ് ടൈറ്റിൽ എന്നത് സംബന്ധിച്ച് മനസ്സിലാക്കുന്നുണ്ട്. സോ ഇനിയും അടിപിടി കൂടുകയാണോ, കൂടാൻ പോവുകയാണോ, എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്, ഇതെങ്ങനെയായിരിക്കും ഈ പുഷ്പ 2 അവർ അവസാനിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ അറിയേണ്ടതുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ വളരെ സർപ്രൈസിങ് ആണ്, ട്രെയിലർ വളരെ പ്രോമിസിങ് ആണ്. വളരെ വലിയ ബഡ്ജറ്റിൽ വലിയ ബിഗ് സ്കെയിലാണ് പുഷ്പ 2-ൻ്റെ ട്രെയിലർ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം ഹൈപ്പിൽ ചിത്രം വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കാം തിയേറ്ററിലെ റിസപ്ഷൻ എന്നത് സംബന്ധിച്ചും നോക്കി കാണേണ്ടതുണ്ട്.